ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട ഉന്നതരുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിവെച്ചു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഓഫീസ് SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്. ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെന്നും അന്വേഷണം വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല എന്നും തന്നെയാണ് വ്യക്തമായി ഹൈക്കോടതി പറഞ്ഞത്. അതുതന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ആരോപണം. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM വീണ്ടും പ്രതിക്കൂട്ടിലാക്കുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ഓഫീസ് SITക്ക് മേൽ തൽക്കാലത്തേക്കൊരു സമയം ആവശ്യപ്പെട്ട് അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയത്. ഹൈക്കോടതി മേൽനോട്ടമുള്ളതിനാൽ SITയിൽ ഇപ്പോൾ പ്രതിപക്ഷം അവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഹൈക്കോടതി ആഗ്രഹിക്കുന്നത് പോലെ സത്യസന്ധമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അവർ ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥരായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും സമ്മർദ്ദമുണ്ടായപ്പോൾ അന്വേഷണം മന്ദഗതിയിലായിപ്പോയത്. സ്വതന്ത്രവും നീതിപൂർവമായ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷം ഇത്തരമൊരു SIT വച്ച് താമസിപ്പിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത്. കോടതിയെയാണ് വിമർശിക്കുന്നതെന്നാണെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞത്. പ്രതിപക്ഷം കോടതിയെയും SITയും അല്ല വിമർശിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമായി പറയുന്നു. SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം മുഖ്യമന്ത്രി ഓഫീസ് ചുമത്തിയത് കൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷിച്ചതുപോലെ അന്വേഷണം പെട്ടെന്ന് മന്ദഗതിയിലായതെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. അന്തർ സംസ്ഥാന ബന്ധമുള്ളൊരു കേസാണിത്. അതുകൊണ്ട് തന്നെ ED അന്വേഷിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി ED അന്വേഷിക്കരുത്. ഇതുവരെയുള്ള കേസുകളിലെല്ലാം അവർ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിൽ ED വിശ്വാസമില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വെറുമൊരു സ്വർണ്ണക്കൊള്ള കേസല്ല ഇതെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ കച്ചവടക്കാരല്ല സ്വർണ്ണക്കൊള്ളയിലെ ഉന്നതരെന്ന് VD സതീശൻ എടുത്തു പറയുന്നു. കവർച്ചയെക്കുറിച്ച് പ്രധാനപ്പെട്ട ആളുകൾക്ക് അറിയാമായിരുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സത്യസന്ധമായി അന്വേഷിച്ചാൽ കടകംപള്ളിക്കും അപ്പുറത്തേക്ക് അന്വേഷണം പോകേണ്ട അവസ്ഥയാണ്. പ്രതിപക്ഷം ഒരിക്കലും ശൂന്യതയിലേക്ക് വെടിവെക്കാറില്ല. ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഇന്നുവരെ പ്രകടിപ്പിച്ച എന്തെങ്കിലും കാര്യത്തിൽ പ്രതിപക്ഷത്തിന് തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് VD സതീശൻ ചോദിക്കും. ദ്വാരപാലക ശില്പം ചെന്നൈയിലെത്താൻ 1 മാസവും 9 ദിവസവും എടുത്തത് എന്തുകൊണ്ടാണെന്ന സംശയം ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷം തന്നെയാണ്. വ്യാജ ശില്പം ഉണ്ടാക്കാനാകും ഇത്രയും കാലതാമസം എടുത്തത് എന്ന സംശയമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന് കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞത് തങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. N. വാസുവിന്റെ അറസ്റ്റിന് മുമ്പും SITക്ക് മേൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ അന്നതിന് SIT വഴങ്ങിയില്ല. കോടതിയുടെ മേൽനോട്ടമുള്ളതിനാൽ SITയുടെ അന്വേഷണത്തിൽ പ്രതിപക്ഷം ഇപ്പോഴും അവിശ്വാസം രേഖപ്പെടുത്തില്ല എന്ന് VD സതീശൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. SITക്ക് നന്നായി അന്വേഷിക്കാൻ സാധിക്കുമെന്നും പക്ഷേ ബുദ്ധിമുട്ടിക്കരുതെന്നുമാണ് പ്രതിപക്ഷം സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദേവസ്വം ബോർഡിന് 2019 ഈ കളവ് നടന്നെന്ന് വ്യക്തമായി അറിയാമായിരുന്നു. പുറത്താരും അറിഞ്ഞില്ല എന്നറിഞ്ഞത് കൊണ്ടാണ് വീണ്ടും സ്വർണം പൂശാൻ PS പ്രശാന്ത് പ്രസിഡന്റായ കമ്മിറ്റിക്ക് വീണ്ടും തോന്നിയത്. തിരുവാഭരണം കമ്മീഷൻ എതിർത്തിട്ടും പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന നിർബന്ധം കാട്ടിയതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അത് ഏൽപ്പിച്ചതും PS പ്രശാന്താണെന്നും VD സതീശൻ പറയുന്നു. 2024 നടന്നത് കവർച്ചാ ശ്രമമാണ്. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ 2019 വീണ്ടും കവർച്ച നടന്നനെയെന്നും എന്തായാലും 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ കിട്ടുക അത്ര എളുപ്പമല്ല. സ്വർണ്ണക്കൊള്ള കേസിലെ ഈ വിധി, SITയുടെ നീക്കങ്ങൾ, ഹൈക്കോടതിയുടെ ഇടപെടൽ, ഇതെല്ലാം CPMന്റെ പൊയ്മുഖം തുറന്നു കാട്ടാൻ സാധിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകൈ എടുക്കാൻ ഒരു അവസരം ലഭിച്ചതെന്നും VD സതീശൻ എടുത്തു പറയുന്നു.